ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നേ രാവിലെ തന്നെ നേരത്തെ വേഗം പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണ്ട കേട്ടോ. നമുക്കിന്നെ കാര്യമായിട്ട് പോകാനുള്ളൊരു സ്ഥലമാണത്. പിന്നെ അത് പോക്ക് നിർത്താനും പറ്റൂലല്ലോ. നമ്മൾ അതിനനുസരിച്ച് ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലോ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയിലൂടെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഇന്ന് നമുക്ക് ഒന്ന് പോകേണ്ട ദിവസമാണ്. അപ്പം രാവിലെ തന്നെ ഞാൻ വേഗം ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കാം കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോണ സമയത്ത് നമുക്ക് പത്തിരിയോ ദോശയോ അതൊക്കെ പാടെ എല്ലാ പണിയോടെ എടുത്ത് വേഗം പോവാൻ ടൈം കിട്ടൂല. ഒന്നാമത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോയി നമ്മൾ ഒ പി ഷീറ്റ് എടുത്ത് വേഗം പോയാലേ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ കഴിയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ പോവുകയാണല്ലോ ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ടെസ്റ്റ് ഉണ്ടായിനി, അത് ചെയ്ത് അതിൻ്റെ റിസൾട്ടും കൊണ്ട് പോവുക കേട്ടോ കാണിക്കാൻ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിനി, അതൊക്കെ ഒന്നോട്ട് കഴുകി വെച്ച് പിന്നെ ഇന്ന് ഞാൻ ദോശയും പത്തിരിയും ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, ചോറ് ഇങ്ങോട്ട് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ 2 നേരം കൂടി അത് തന്നെ മതിയല്ലോ. മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴും കഴിക്കാം, പിന്നെ ഉച്ചയ്ക്ക് വന്ന് വേണ്ടി ഉച്ചക്കും കഴിക്കാം. എല്ലാം കൂടി ഉണ്ടാക്കി വെക്കാൻ നേരം ഉണ്ടാവില്ല. പത്തിരി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ചോറ് ഉണ്ടാക്കി വെക്കണം, അതൊന്നും നേരമല്ല. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നേരത്തെ പോവുകയാണെങ്കിലാണ് നമുക്ക് ഡോക്ടറെ കാണാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നേരത്തെ പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചോറ് ഇങ്ങോട്ട് വറ്റിച്ചേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മളെ റേഷൻ അരി കേട്ടോ, അതിനെ പെട്ടെന്ന് വേവും ചെയ്യുമല്ലോ. ഞാൻ പിന്നെ കുക്കറിൽ തന്നെ കേട്ടോ വറ്റിച്ചേക്കുന്നത്. നമുക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ടൈമിലൊന്നും ഒരൊന്നും പറയൊന്നുമില്ല കേട്ടോ. അതൊക്കെ മതി എന്ന് തന്നെ പറയും. വേഗം പൊയ്ക്കോളി എന്നാണ് മക്കളും പറയാറ്. നേരം വൈകിയാലും പിന്നെ അവർക്ക് തന്നെ മക്കൾ തന്നെയാണല്ലോ ബുദ്ധിമുട്ടാറ്. സ്കൂളിൽ വരുമ്പോഴത്തേനും നമ്മൾ എത്തുകയും ചെയ്യൂല. നമ്മൾ കഴിയണ നേരത്ത് വേഗം പോകാൻ പറയും മക്കൾ. ഞാൻ സ്കൂളിലൊക്കെ ഞങ്ങൾ തന്നെ പോയിക്കോളാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറയും. ഓരോട് തന്നെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തന്നെ. പിന്നെ ഞാൻ ചോറിനെ അടുപ്പത്തിട്ട് കുക്കറിലിട്ട് ഇനി വേഗം ഒന്ന് അടിച്ച് വരട്ടെ. മോനെ രാവിലെ തന്നെ മദ്രസ്സിൽ പോയിന്. മദ്രസ് വിട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് പോകണം. പിന്നെ ഓന് മക്കളൊറ്റയ്ക്ക് തന്നെ അയക്കുള്ളൂ സ്കൂളിലൊക്കെ പോവൽ കേട്ടോ. പിന്നെ പ്രശ്നമൊന്നുമില്ല, അവരങ്ങനെ ശീലമുള്ളതുകൊണ്ട്. ഞാൻ എനിക്കിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം ഇതിൻ്റെ മുന്നേ തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് പോയാലെന്താണ് വീട്ടിലേക്ക് ഇടയ്ക്ക് കയറി വരുമ്പോൾ ഒരു സുഖമാണല്ലോ കാണുമ്പോൾ. എന്നാലും എല്ലാ പണിയെടുക്കാൻ കഴിയില്ല. ഒന്ന് ആകുമലായൊക്കെ ഒന്ന് അടിച്ച് വാരി ചോറും കറിയും വെച്ചും പിന്നെ നമുക്ക് മുൻഭാഗം മാത്രം ഒന്ന് അടിച്ചു തരും, ബാക്കിയൊക്കെ പിന്നെ വന്നിട്ട് ചെയ്യുക. അലക്കലൊക്കെ പിന്നെ ചെയ്യാം. ഒന്ന് കുളിയും കഴിഞ്ഞ് വേഗം അങ്ങോട്ട് പോയാലല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. പിന്നെ ഹോസ്പിറ്റൽ കേസാണെങ്കിൽ അത് നിർത്താനും പറ്റൂല. അതനുസരിച്ച് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ അതും ചെയ്യണമല്ലോ. പിന്നെ മക്കളാൽ തന്നെ മക്കളും അവർക്ക് വേണ്ടിയതൊക്കെ ഓരും ചെയ്തോളൂ കേട്ടോ. ഒരു സ്കൂളിലേക്കൊക്കെ ഇങ്ങോട്ട് പോവരൊക്കെ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളൂ. അവർക്ക് നമ്മൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി, ഒക്കെ ഒരിട്ട് പോയിക്കോളും. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. രോഗമൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ വേണ്ടിയൊക്കെ എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്തുക. അപ്പം അങ്ങനെ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. പിന്നെ വേഗം അടിച്ച് വാരൽ കഴിഞ്ഞ് ഇനി ഒന്ന് വേഗം കുളിക്കുക. എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരം ഉണ്ടാവില്ല കേട്ടോ. എനിക്കിനി അങ്ങനെ സാവധാനം ഭക്ഷണം കഴിക്കണം, പെട്ടെന്ന് ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ചായ മാത്രം കുടിച്ച് വേഗം പോവാൻ വിചാരിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കേ.